ജെറേമിയ അധ്യായം 36. യോസിയയുടെ പുത്രനും യൂദാ രാജാവുമായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം കർത്താവ് ജെറമിയായോട് അരുളിച്ചെയ്തു, ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച യോസിയയുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിനെയും യൂദായെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക ചുരുളിൽ എഴുതുക. ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് യൂദാഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം. എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും. ജെറമിയ നേരിയായുടെ മകൻ ബാറൂക്കിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുളിച്ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു. ബാറൂക്ക് അത് ഒരു ചുരുളിൽ എഴുതി. അനന്തരം ജെറമിയ ബാറൂക്കിനോട് പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു. ആകയാൽ നീ കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിൻ്റെ വചനം വായിക്കണം. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം. അവർ തങ്ങളുടെ യാതനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചെന്നും ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം. എന്തെന്നാൽ ഈ ജനത്തിൻ്റെ മേൽ നിബന്ധിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ്. ജെറമിയ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളിൽ നിന്ന് കർത്താവിൻ്റെ വചനം ദേവാലയത്തിൽ വെച്ച് വായിച്ചു. യോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 5-ാം വർഷം 9-ാം മാസം ജെറൂസലമിലെ ജനത്തിനും യൂദായിലെ മറ്റ് നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ജെറമിയ പറഞ്ഞെഴുതിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ദേവാലയത്തിൽ കാര്യവിചാരകനായ ഷാഫാന്റെ മകൻ ഗമാറിയയുടെ മുറിയിൽ വെച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു. ദേവാലയത്തിൻ്റെ പുതിയ വാതിലിന് സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി. കർത്താവിൻ്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാന്റെ മകനായ ഗമാറിയയുടെ മകൻ മിക്കായ കേട്ടു. അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരകന്റെ മുറിയിൽ വന്നു. പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. കാര്യവിചാരകനായ എലിഷാമ, ഷമായയുടെ പുത്രൻ ദലായ, അക്ബോറിന്റെ പുത്രൻ എൽനാഥാൻ, ഷാഫാന്റെ പുത്രൻ ഗമാറിയ, ഹനനിയായുടെ പുത്രൻ സദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ജനം കേൾക്കെ ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിക്കായ അവരോട് പറഞ്ഞു. ജനം കേൾക്കെ വായിച്ച ചുരുൾ എടുത്തുകൊണ്ടുവരിക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂക്കിൻ്റെ അടുക്കലേക്ക് കൂഷിയുടെ മകനായ ഷലേമിയായുടെ മകനായ നഥാനിയായുടെ മകൻ യഹൂദിയെ അയച്ചു. അതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു. ഇരുന്ന് ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം. അവർ ബാറൂക്കിനോട് ചോദിച്ചു, ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക, ജെറമിയ പറഞ്ഞു തന്നതാണോ? ബാറൂക്ക് മറുപടി പറഞ്ഞു, അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവ മഷി കൊണ്ട് ചുരുളിൽ എഴുതി വച്ചു. അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂക്കിനോട് പറഞ്ഞു, നീയും ജെറമിയായും പോയി ഒളിക്കുക. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത്. അവർ കാര്യവിചാരകനായ എലിഷാമയുടെ മുറിയിൽ ചുരുൾ വെച്ച ശേഷം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയെ അയച്ചു. അവൻ കാര്യവിചാരകന്റെ മുറിയിൽ നിന്ന് അതെടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നദ്ധിയിൽ നിന്ന് പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു. അത് ആണ്ടിൻ്റെ 9-ാം മാസമായിരുന്നു. രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിൻ്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ
രാജാവ് അത് കത്തികൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും. ചുരുൾ മുഴുവൻ തീരുന്നതുവരെ അങ്ങനെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ കത്തിച്ചു കളയരുതെന്ന് എൽനാഥാനും ദലായായും ഗമാറിയായും അപേക്ഷിച്ചെങ്കിലും അവനത് വകവച്ചില്ല. എഴുത്തുകാരനായ ബാറൂക്കിനെയും പ്രവാചകനായ ജെറമിയായെയും ബന്ധിക്കാൻ രാജാവ് തൻ്റെ പുത്രനായ യറഹ്മേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായായോടും അബ്ദേലിൻ്റെ പുത്രനായ ഷെലമിയായോടും കൽപ്പിച്ചു. എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു. ജെറമിയ പറഞ്ഞുകൊടുത്ത് ബാറൂക്ക് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിന് ശേഷം കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ വേറൊരു ചുരുളെടുത്ത് അതിൽ യൂദാ രാജാവായ യഹോയാക്കീം നശിപ്പിച്ച ആദ്യ ചുരുളിൽ ഉണ്ടായിരുന്ന സകലതും എഴുതുക. യൂദാ രാജാവായ യഹോയാക്കീമിനെതിരെ ഇപ്രകാരം പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ചുരുൾ നീ കത്തിച്ചു. ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലെന്നും എന്തിന് അതിലെഴുതിയെന്ന് നീ ചോദിച്ചു. അതിനാൽ യൂദാ രാജാവായ യഹോയാക്കീമിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ്റെ സന്തതികളാരും ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുകയില്ല. അവൻ്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞുമേറ്റ് വെളിയിൽ കിടക്കും. ഞാൻ അവനെയും അവൻ്റെ സന്താനങ്ങളെയും ദാസന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം ശിക്ഷിക്കും. അവരും ജെറുസലേം നിവാസികളും യൂദായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വകവച്ചില്ല. എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും. അനന്തരം ജെറമിയ മറ്റൊരു ചുരുളെടുത്ത് നേരിയായുടെ മകനായ ബാറൂക്കിൻ്റെ കയ്യിൽ കൊടുത്ത് യൂദാ രാജാവായ യഹോയാക്കീം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജെറമിയ പറഞ്ഞുകൊടുത്ത് അവൻ എഴുതി. ആദ്യത്തേതിന് സദൃശമായ മറ്റു വാക്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. ജെറമിയ അധ്യായം 37. യഹോയാക്കീമിൻ്റെ മകനായ കോണിയായിക്ക് പകരം ജോസിയയുടെ മകനായ സെദക്കിയ രാജ്യഭരണമേറ്റു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറാണ് അവനെ യൂദാ രാജാവാക്കിയത്. എന്നാൽ അവനോ അവൻ്റെ ദാസരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം ശ്രവിച്ചില്ല. സെദക്കിയ രാജാവ് ഷെലമിയായുടെ പുത്രൻ യഹുക്കാലിനെയും മാസയായുടെ പുത്രനും പുരോഹിതനുമായ സെഫാനിയായെയും ജെറമിയ പ്രവാചകൻ്റെ അടുത്തയച്ച്, നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയിച്ചു. അന്ന് ജെറമിയ ജനത്തിൻ്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു. അവർ തടവിലാക്കപ്പെട്ടിരുന്നില്ല. ഫറവോയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. ജെറുസലേമിനെ ആക്രമിച്ചിരുന്ന കൽദായർ അത് കേട്ട് പിൻവാങ്ങി. അപ്പോൾ ജെറമിയ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഹിതമാരായാൻ നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് അയച്ച യൂദാ രാജാവിനോട് പറയുവിൻ, നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഫറോയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും. കൽദായർ തിരിച്ചു വരും. അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു, കൽദായർ നമ്മെ വിട്ടുപോയിക്കൊള്ളും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട. അവർ ഇവിടം വിട്ടുപോവുകയില്ല. നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ നഗരം ചുട്ടുചാമ്പലാക്കും. ഫറവോയുടെ സൈന്യത്തെ ഭയന്ന് കൽദായ സൈന്യം ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജെറമിയ കുടുംബാംഗങ്ങളുമായി
അവകാശം പങ്കുവയ്ക്കാൻ ജെറുസലമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു. ബെഞ്ചമിൻ കവാടത്തിലെത്തിയപ്പോൾ ഇരിയ എന്നു പേരായ കാവൽ സേനാനായകൻ ജെറമിയായെ തടഞ്ഞു നിർത്തി. ഹനനിയായുടെ മകനായ ഷെലമിയായുടെ മകനാണ് ഇരിയ. നീ കൽദായരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ജെറമിയായോട് പറഞ്ഞു. അത് നുണയാണ്, ഞാൻ കൽദായരുടെ അടുക്കിലേക്ക് പോവുകയല്ല എന്ന് ജെറമിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇരിയ അവനെ പിടിച്ച് അധികാരികളുടെ മുൻപാകെ കൊണ്ടുവന്നു. കുപിതരായ അധികാരികൾ ജെറമിയായെ പ്രഹരിച്ച് തടവിലിട്ടു. കാര്യവിചാരകനായ ജോനാഥാന്റെ വീടാണ് കാരാഗ്രഹമായി ഉപയോഗിച്ചിരുന്നത്. കാരാഗ്രഹത്തിലെ ഇരുട്ടറയിൽ ജെറമിയ വളരെ നാൾ കഴിച്ചുകൂട്ടി. സെദക്കിയ രാജാവ് ജെറമിയായെ ആളയച്ചു വരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു. ജെറമിയ പറഞ്ഞു, ഉണ്ട്, നീ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അനന്തരം ജെറമിയ സെദക്കിയ രാജാവിനോട് ചോദിച്ചു, നിനക്കോ നിന്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത്? ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ? ആകയാൽ യജമാനനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാചന അങ്ങ് സ്വീകരിക്കണമേ. ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാരകനായ ജോനാഥാന്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ. ജെറമിയായെ കാവൽപ്പുരത്തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസവും ഓരോ കഷണം അപ്പം കൊടുക്കാനും സെദക്കിയ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ജെറമിയ കാവൽപ്പുരയുടെ തളത്തിൽ വസിച്ചു. ജെറമിയ അധ്യായം 38. മത്താന്റെ പുത്രൻ ഷഫാത്തിയ, പാഷൂറിന്റെ പുത്രൻ ഗദാലിയ, ശലമിയായുടെ പുത്രൻ യൂക്കാൽ, മൽക്കിയായുടെ പുത്രൻ പാഷൂർ എന്നിവർ ജെറമിയ ജനത്തോട് ഇപ്രകാരം പറയുന്നത് കേട്ടു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും. എന്നാൽ കൽദായരുടെ അടുക്കിലേക്ക് പോകുന്നവർ ജീവിക്കും. കൊള്ള മുതലായിത്തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല. ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അത് കീഴടക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു, ഇവനെ വധിക്കണം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യരാക്കുന്നു. ജനത്തിന് നന്മയല്ല, നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. സെദക്കിയ രാജാവ് പറഞ്ഞു, ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കില്ലല്ലോ. അവർ ജെറമിയായെ കാവൽപ്പുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളം ഇല്ലായിരുന്നു. ജെറമിയ ചെളിയിൽ താണു. അവർ ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ എബദ് മലേഖ് എന്ന ഷണ്ടൻ കേട്ടു. രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. എബദ് മലേഖ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, യജമാനനായ രാജാവേ, ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു. അവൻ അവിടെ കിടന്ന് വിശന്ന് മരിക്കും. നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു. രാജാവ് എത്യോപ്യക്കാരനായ എബദ് മലേഖിനോട് കൽപ്പിച്ചു, നീ ഇവിടെ നിന്ന് 3 പേരെയും കൂട്ടിക്കൊണ്ട് ജെറമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുൻപ്
കിണറ്റിൽ നിന്ന് കയറ്റുക. അതനുസരിച്ച് എബെദ്മേലെക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികളെടുത്ത് ജെറമിയായ്ക്ക് കിണറ്റിലേക്ക് കയറുവഴി ഇറക്കിക്കൊടുത്തു. ഈ പഴന്തുണികൾ കക്ഷത്തിൽ വെച്ച് അതിന് പുറമെ കയറിടുക എന്ന് അവൻ ജെറമിയായോട് പറഞ്ഞു. ജെറമിയ അങ്ങനെ ചെയ്തു. അവർ ജെറമിയായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി. ജെറമിയ കാവൽപ്പുരത്തളത്തിൽ വാസം തുടർന്നു. സിദെക്കിയ രാജാവ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ 3-ാം കവാടത്തിലേക്ക് ജെറമിയ പ്രവാചകനെ ആളയച്ചു വരുത്തി. ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കാം, ഒന്നും മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ജെറമിയ സിദെക്കിയായോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ? എൻ്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല. അപ്പോൾ സിദെക്കിയ രാജാവ് ജെറമിയായോട് രഹസ്യമായി ശപഥം ചെയ്തു പറഞ്ഞു, നമുക്ക് ജീവൻ നൽകിയ കർത്താവാണേ, ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. അപ്പോൾ ജെറമിയ സിദെക്കിയായോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും. നഗരം അഗ്നിക്കിരയാവുകയില്ല, നീയും നിന്റെ കുടുംബവും ജീവിക്കും. എന്നാൽ നീ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അത് ചുട്ടു ചാമ്പലാക്കും. അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല. സിദെക്കിയ രാജാവ് ജെറമിയായോട് പറഞ്ഞു, കൽദായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ജെറമിയ പറഞ്ഞു, നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. നിനക്ക് ശുഭം ഭവിക്കും, നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകും. നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു, അവർ നിന്നെ തോൽപ്പിച്ചു. നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്നവർ പറയും. നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽദായരുടെ അടുക്കലേക്ക് ആനയിക്കപ്പെടും. നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും. ഈ നഗരം അഗ്നിക്കിരയാവുകയും ചെയ്യും. സിദെക്കിയ ജെറമിയായോട് പറഞ്ഞു, ഇക്കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ചു എന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന്, നീ രാജാവിനോട് എന്തു പറഞ്ഞു? രാജാവ് നിന്നോട് എന്തു പറഞ്ഞു? ഒന്നും മറച്ചു വയ്ക്കരുത്, എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനാഥാന്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്നവരോട് പറയണം. പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജെറമിയയെ ചോദ്യം ചെയ്തു. രാജാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ജെറമിയ അവരോട് പറഞ്ഞു. അവർ അവനെ വിട്ടുപോയി. എന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല. ജെറുസലം പിടിച്ചടക്കപ്പെട്ട നാൾ വരെ ജെറമിയ കാവൽപ്പുരത്തളത്തിൽ വസിച്ചു. ജെറമിയ അധ്യായം 39. യൂദാ രാജാവായ സിദെക്കിയായുടെ ഭരണത്തിൻ്റെ 9-ാം വർഷം 10-ാം മാസം ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ തൻ്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു. സിദെക്കിയായുടെ 11-ാം വർഷം 4-ാം മാസം 9-ാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു. ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർ സിൻമാഗീറിലെ പ്രഭു നെർഗാൽ ഷരേസർ, കൊട്ടാരം വിചാരിപ്പുകാരൻ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ
നെർഗാൽ ഷരേസർ എന്നിവരും മറ്റ് സേവകന്മാരും നഗരത്തിൻ്റെ മധ്യവാതിൽക്കൽ സമ്മേളിച്ചു. അവരെ കണ്ടപ്പോൾ സെദക്കിയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലൂടെ 2 മതിലുകൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് അരാബായിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു. എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു. ജെറീക്കോ സമുദ്രത്തിൽ വെച്ച് സെദക്കിയായെ വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്ത് റിബ്ലായിൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സെദക്കിയായുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സെദക്കിയ കാണെ അവൻ്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സെദക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കൽദായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു. ജെറുസലം മതിലുകൾ ഇടിച്ചു തകർത്തു. തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബൂസരദാൻ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറെ ദരിദ്രരെ യൂദാദേശത്ത് തന്നെ അവൻ പാർപ്പിച്ചു. അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സേനാനായകനായ നെബൂസരാദാനോട് ജെറമ്യായെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക. അവന് യാതൊരു ഉപദ്രവവും നേരിടരുത്. അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർത്തിച്ചുകൊള്ളണം. അതനുസരിച്ച് ബാബിലോൺ രാജാവിൻ്റെ അംഗരക്ഷകനായ നെബൂസരദാൻ, കൊട്ടാരം വിചാരിപ്പുകാരനായ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൽ ഷരേസർ എന്നിവരും മറ്റ് സേവകരും ചേർന്ന് ആളയച്ചു. ജെറമ്യായെ കാവൽപുരത്തളത്തിൽ നിന്ന് വരുത്തി അവനെ ഷാഫാന്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു. അവൻ ജെറമ്യായെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ജെറമ്യ ജനത്തിൻ്റെ ഇടയിൽ വസിച്ചു. കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജെറമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ പോയി എത്യോപ്യക്കാരൻ എബദ്മേലെക്കിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിരുന്നതുപോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിന്മേൽ ഞാൻ വരുത്താൻ പോകുന്നു. നിന്റെ കണ്ണുകൾ അത് കാണും. അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു, കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമ്യ അധ്യായം 40. ജെറുസലേമിൽ നിന്നും യൂദായിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെറമ്യായെ റാമായിൽ വെച്ച് സേനാനായകനായ നെബൂസരദാൻ സ്വതന്ത്രനാക്കി. അപ്പോൾ ജെറമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. സേനാനായകൻ ജെറമ്യായെ വിളിച്ചു പറഞ്ഞു: നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. താൻ അരുളി ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത്. ഇതാ, നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചങ്ങല അഴിച്ചു മാറ്റുന്നു. എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ വരിക, ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം. ഇഷ്ടമില്ലെങ്കിൽ പോരേണ്ട. ഇതാ, ദേശം മുഴുവൻ നിന്റെ മുൻപിൽ, ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂദായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ
ഗദാലിയായുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിൻ്റെ ഇടയിൽ വസിക്കുക, അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പോയിക്കൊള്ളുക. നെബൂസരദാൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി. ജെറമിയ മിസ്പായിൽ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ അവനോടുകൂടെ വസിച്ചു. ബാബിലോൺ രാജാവ് അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയായെ ദേശത്തിൻ്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലോണിലേക്ക് നാടുകടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരമേൽപ്പിച്ചുവെന്നും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു. നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ, കരേയയുടെ പുത്രൻ യോഹനാൻ, തൻഹുമേത്തിന്റെ പുത്രൻ സെരായ, നെത്തോഫാത്തിനായ എഫായിയുടെ പുത്രന്മാർ, മക്കാത്തിനായ എസാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്പായിൽ ഗദാലിയയുടെ അടുത്തേക്ക് ചെന്നു. ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അവരോട് ശപഥം ചെയ്ത് പറഞ്ഞു, കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ദേശത്ത് വസിച്ചുകൊണ്ട് ബാബിലോൺ രാജാവിന് സേവനം ചെയ്യുക. അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും. ഇങ്ങോട്ട് വരുന്ന കൽദായരുടെ മുൻപിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്പായിൽ വസിക്കും. എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവിൻ. മോവാബിലും അമ്മോന്യരുടെയും ഏദോമ്യരുടെയും ഇടയിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യൂദായിൽ കുറെ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായെ അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്നും കേട്ടു. ഇതര ദേശങ്ങളിലേക്ക് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യൂദായിലേക്ക് മിസ്പായിൽ ഗദാലിയായുടെ അടുത്ത് മടങ്ങി വന്നു. അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു. ഒരിക്കൽ കരേയായുടെ പുത്രൻ യോഹാനാനും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്പായിൽ ഗദാലിയായുടെ അടുത്ത് വന്നു. അമ്മോന്യരുടെ രാജാവായ ബാലിസ് നിന്നെ വധിക്കാൻ നെത്താനിയായുടെ പുത്രൻ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്ന് അവർ ചോദിച്ചു. എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല. അപ്പോൾ കരേയായുടെ പുത്രൻ യോഹാനാൻ മിസ്പായിൽ വെച്ച് ഗദാലിയായോട് രഹസ്യമായി സംസാരിച്ചു. ഞാൻ പോയി നെത്താനിയായുടെ മകൻ ഇസ്മായിലിനെ കൊല്ലാം, ആരും അറിയുകയില്ല. അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന യഹൂദരെ ചിതറിക്കുകയും യൂദായിൽ അവശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിന്? എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ അവനോട് പറഞ്ഞു, അരുത്, നീ ഇസ്മായിലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ്. Chapter 36. In the 4th year of Jehoiakim, son of Josiah, king of Judah, this word came to Jeremiah from the Lord, Take a scroll and write on it all the words I have spoken to you against Israel, Judah, and all the nations from the day I first spoke to you in the days of Josiah until today. Perhaps when the house of Judah hears all the evil I have in mind to do to them, they will turn back each from his evil way, so that I may forgive their wickedness and their sin. So Jeremiah called Baruch, son of Neriah, who wrote down on a scroll as Jeremiah dictated all the words which the Lord had spoken to him. In the 9th month, in the 5th year of Jehoiakim, son of Josiah, king of Judah, a fast to placate the Lord was proclaimed for all the people of Jerusalem, and all who came from Judah's cities to Jerusalem. Then Jeremiah charged Baruch, I cannot go to the house of the Lord. I am prevented from doing so. Do you go on the fast day and read publicly in the Lord's house the Lord's words from the scroll you wrote at my dictation. Read them also to all the men of Judah who come up from their cities.
Perhaps they will lay their supplication before the Lord, and will all turn back from their evil way, for great is the fury of anger with which the Lord has threatened this people. Baruch son of Neriah did everything the prophet Jeremiah commanded. From the book scroll he read the Lord's words in the Lord's house. It was in the room of Gemariah son of the scribe Shaphan, in the upper court of the Lord's house, at the entrance of the new temple gate, that Baruch publicly read the words of Jeremiah from his book. Now Micaiah son of Gemariah son of Shaphan heard all the words of the Lord read from the book. So he went down to the king's palace, into the scribe's chamber, where the princes were just then in session. Elishama the scribe, Delaiah son of Shemaiah, Elnathan son of Achbor, Gemariah son of Shaphan, Zedekiah son of Hananiah, and the other princes. To them Micaiah reported all that he had heard Baruch read publicly from his book. Thereupon the princes sent Jehudi son of Nethaniah, son of Shelemiah, son of Cushai, to Baruch with the order, Come and bring with you the scroll you read publicly to the people. Scroll in hand, Baruch son of Neriah went to them. Sit down, they said to him, and read it to us. Baruch read it to them, and when they heard all its words, they were frightened, and said to one another, We must certainly tell the king all these things. Then they asked Baruch, Tell us, please, how you came to write down all these words. Jeremiah dictated all these words to me, Baruch answered them, and I wrote them down with ink in the book. At this the princes said to Baruch, Go into hiding, you and Jeremiah, let no one know where you are. Leaving the scroll in safekeeping in the room of Elishama the scribe, they entered the room where the king was. When they told him everything that had happened, he sent Jehudi to fetch the scroll. Jehudi brought it from the room of Elishama the scribe, and read it to the king and to all the princes who were in attendance on the king. Now the king was sitting in his winter house, since it was the 9th month, and fire was burning in a brazier before him. Each time Jehudi finished reading 3 or 4 columns, the king would cut off the piece with a scribe's knife and cast it into the fire in the brazier until the entire roll was consumed in the fire. Hearing all these words did not frighten the king and his ministers, or cause them to rend their garments. And though Elnathan, Delaiah, and Gemariah urged the king not to burn the scroll, he would not listen to them, but commanded Jerahmeel, a royal prince, and Seraiah, son of Azriel, and Shelemiah, son of Abdiel, to arrest Baruch, the secretary, and the prophet Jeremiah. But the Lord kept them concealed. This word of the Lord came to Jeremiah after the king burned the scroll with the text Jeremiah had dictated to Baruch. Take another scroll, and write on it everything that the first scroll contained, which Jehoiakim king of Judah burned up. And against Jehoiakim king of Judah say this, Thus says the Lord, You burned that scroll, saying, Why did you write on it? Babylon's king shall surely come and lay waste this land, and empty it of man and beast. The Lord now says of Jehoiakim king of Judah, No descendant of his shall succeed to David's throne. His corpse shall be cast out, exposed to the heat of day, to the cold of night. I will punish him and his descendants and his ministers for their wickedness. Against them and the citizens of Jerusalem and the men of Judah I will fulfill all the threats of evil which went unheeded. Jeremiah took another scroll and gave it to his secretary Baruch son of Neriah. He wrote on it at Jeremiah's dictation all the words contained in the book which Jehoiakim king of Judah had burned in the fire, and many others of the same kind in addition. Chapter 37. Coniah son of Jehoiakim was succeeded by King Zedekiah son of Josiah. He was made king over the land of Judah by Nebuchadnezzar king of Babylon. Neither he nor his ministers nor the people of the land would listen to the words of the Lord spoken by Jeremiah the prophet. Yet King Zedekiah sent Jehukal son of Shelemiah and Zephaniah son of Maaseiah the priest to the prophet Jeremiah with this request, Pray to the Lord our God for us. At this time Jeremiah had not yet been put into prison. He still came and went freely among the people.
Also Pharaoh's army had set out from Egypt, and when the Chaldeans who were besieging Jerusalem heard this report, they marched away from the city. This word of the Lord then came to the prophet Jeremiah. Thus says the Lord, the God of Israel, Give this answer to the king of Judah, who sent you to me to consult me. Pharaoh's army, which has set out to help you, will return to its own land, Egypt. The Chaldeans shall return to the fight against this city. They shall capture it and destroy it with fire. Thus says the Lord, Do not deceive yourselves with the thought that the Chaldeans will leave you for good, because they shall not leave. Even if you were to defeat the whole Chaldean army now attacking you, and only the wounded remained, each in his tent, these would rise up and destroy the city with fire. When the Chaldean army lifted the siege of Jerusalem at the threat of the army of Pharaoh, Jeremiah set out from Jerusalem for the district of Benjamin to take part with his family in the division of an inheritance. But when he reached the gate of Benjamin, he met the captain of the guard, a man named Irijah, son of Shelemiah, son of Hananiah. He seized the prophet Jeremiah, saying, You are deserting to the Chaldeans. That is a lie, Jeremiah answered. I am not deserting to the Chaldeans. Without listening, Irijah kept Jeremiah in custody and brought him to the princes. The princes were enraged and had Jeremiah beaten and thrown into prison in the house of Jonathan the scribe, which they were using as a jail. And so Jeremiah entered the vaulted dungeon, where he remained a long time. Once King Zedekiah had him brought to his palace, and he asked him secretly whether there was any message from the Lord. Yes, Jeremiah answered, You shall be handed over to the king of Babylon. Jeremiah then asked King Zedekiah, In what have I wronged you, or your ministers, or this people, that you should put me in prison? And where are your own prophets now, who prophesied to you that the king of Babylon would not attack you or this land? Hear now, my lord king, and grant my petition. Do not send me back into the house of Jonathan the scribe, or I shall die there. King Zedekiah ordered that Jeremiah be confined in the quarters of the guard, and given a loaf of bread each day from the baker's shop, until all the bread in the city was eaten up. Thus Jeremiah remained in the quarters of the guard. Chapter 38. Shephatiah son of Mattan, Gedaliah son of Pashur, Jukal son of Shelemiah, and Pashur son of Malchiah heard Jeremiah speaking these words to all the people. Thus says the Lord, He who remains in this city shall die by sword, or famine, or pestilence. But he who goes out to the Chaldeans shall live. His life shall be spared him as booty, and he shall live. Thus says the Lord, This city shall certainly be handed over to the army of the king of Babylon. He shall capture it. This man ought to be put to death, the princes said to the king. He demoralizes the soldiers who are left in this city, and all the people, by speaking such things to them. He is not interested in the welfare of our people, but in their ruin. King Zedekiah answered, He is in your power, for the king could do nothing with them. And so they took Jeremiah and threw him into the cistern of Prince Malchiah, which was in the quarters of the guard, letting him down with ropes. There was no water in the cistern, only mud, and Jeremiah sank into the mud. Now Ebed-melech, a Cushite, a courtier in the king's palace, heard that they had put Jeremiah into the cistern. The king happened just then to be at the gate of Benjamin, and Ebed-melech went there from the palace and said to him, My lord king, these men have been at fault in all they have done to the prophet Jeremiah, casting him into the cistern. He will die of famine on the spot, for there is no more food in the city. Then the king ordered Ebed-melech the Cushite to take 3 men along with him, and draw the prophet Jeremiah out of the cistern before he should die. Ebed-melech took the men along with him, and went first to the linen closet in the palace, from which he took some old tattered rags. These he sent down to Jeremiah in the cistern with ropes. Then he said to Jeremiah, Put the old tattered rags between your armpits and the ropes. Jeremiah did so, and they drew him up with the ropes out of the cistern. But Jeremiah remained in the quarters of the guard. Once King Zedekiah summoned the prophet Jeremiah to come to him at the 3rd entrance to the house of the Lord.
"I have a question to ask you," the king said to Jeremiah. "Hide nothing from me." Jeremiah answered Zedekiah, "If I tell you anything, you will have me killed, will you not? If I counsel you, you will not listen to me." But King Zedekiah swore to Jeremiah secretly, "As the Lord lives, who gave us the breath of life, I will not kill you, nor will I hand you over to these men who seek your life." Thereupon Jeremiah said to Zedekiah, "Thus says the Lord God of hosts, the God of Israel, if you surrender to the princes of Babylon's king, you shall save your life. This city shall not be destroyed with fire, and you and your family shall live. But if you do not surrender to the princes of Babylon's king, this city shall fall into the hands of the Chaldeans, who shall destroy it with fire, and you shall not escape their hands." King Zedekiah, however, said to Jeremiah, "I am afraid of the men of Judah who have deserted to the Chaldeans. I may be handed over to them, and they will mistreat me." "You will not be handed over," Jeremiah answered. "Please obey the voice of the Lord, and do as I tell you. Then it shall go well with you, and your life will be spared. But if you refuse to surrender, this is what the Lord shows me. All the women left in the house of Judah's king shall be brought out to the princes of Babylon's king, and they shall taunt you thus: They betrayed you, outdid you, your good friends. Now that your feet are stuck in the mud, they slink away. All your wives and sons shall be led forth to the Chaldeans, and you shall not escape their hands. You shall be handed over to the king of Babylon, and this city shall be destroyed with fire." Then Zedekiah said to Jeremiah, "Let no one know about this conversation, or you shall die. If the princes hear I spoke to you, if they come and ask you, 'Tell us what you said to the king,' do not hide it from us, or we will kill you. Or, 'What did the king say to you?' Give them this answer: 'I petitioned the king not to send me back to Jonathan's house to die there.'" When all the princes came to Jeremiah, they questioned him, and he answered them in the very words the king had commanded. They said no more to him, for nothing had been heard of the earlier conversation. Thus Jeremiah stayed in the quarters of the guard till the day Jerusalem was taken. Chapter 39. When Jerusalem was taken, in the 10th month of the 9th year of Zedekiah king of Judah, Nebuchadnezzar king of Babylon and all his army marched against Jerusalem and besieged it. On the 9th day of the 4th month, in the 11th year of Zedekiah, a breach was made in the city's defences. All the princes of the king of Babylon came and occupied the middle gate. Nergal-Sharezer of Shemagar, the chief officer, Nebuchadnezzar the high dignitary, and all the other princes of the king of Babylon. When Zedekiah king of Judah saw them, he and all his warriors fled by night, leaving the city on the royal garden road through the gate between the two walls. He went in the direction of the Arabah, but the Chaldean army pursued them, and overtook and captured Zedekiah in the desert near Jericho. He was brought to Riblah in the land of Hamath, where Nebuchadnezzar king of Babylon pronounced sentence upon him. As Zedekiah looked on, his sons were slain at Riblah by order of the king of Babylon, who slew also all the nobles of Judah. He then blinded Zedekiah and bound him in chains to bring him to Babylon. The Chaldeans set fire to the king's palace and the houses of the people, and demolished the walls of Jerusalem. Nebuzaradan, chief of the bodyguard, deported to Babylon the rest of the people left in the city, those who had deserted to him, and the rest of the workmen. But some of the poor who had no property were left in the land of Judah by Nebuzaradan, chief of the bodyguard, and were given at the same time vineyards and farms. Concerning Jeremiah, Nebuchadnezzar king of Babylon gave the following orders through Nebuzaradan, chief of the bodyguard: "Take him and look after him. Let no harm befall him, but treat him as he himself requests." Thereupon Nebuzaradan, chief of the bodyguard, and Nebuchadnezzar, the high dignitary, and Nergal-Sharezer, the chief officer, and all the nobles of the king of Babylon, had Jeremiah taken out of the quarters of the guard, and entrusted to Gedaliah, son of Ahikam, son of Shaphan, to be brought home. And so he remained among the people. While Jeremiah was still imprisoned in the quarters of the guard, the word of the Lord came to him:
Go, tell this to Ebed-melech the Cushite. Thus says the Lord of hosts, the God of Israel, Behold, I am now fulfilling the words I spoke against this city, for evil and not for good, and this before your very eyes. But on that day I will rescue you, says the Lord. You shall not be handed over to the men of whom you are afraid. I will make certain that you escape and do not fall by the sword. Your life shall be spared as booty, because you trusted in me, says the Lord. Chapter 40. This word came to Jeremiah from the Lord after Nebuzaradan, captain of the bodyguard, had released him in Ramah, where he had found him a prisoner in chains, among the captives of Jerusalem and Judah who were being exiled to Babylon. When the captain of the bodyguard took charge of Jeremiah, he said to him, The Lord your God foretold the ruin of this place. Now he has brought about indeed what he threatened, because you sinned against the Lord and did not obey his voice. This fate has befallen you. And now I am freeing you today from the fetters that bind your hands. If it seems good to you to come with me to Babylon, you may come. I will look after you well. But if it does not please you to come to Babylon, you need not come. See, the whole land is before you. Go wherever you think good and proper. And then before he left, Or go to Gedaliah son of Ahikam son of Shaphan, whom the king of Babylon has appointed ruler over the cities of Judah. Stay with him among the people, or go wherever you please. The captain of the bodyguard gave him food and gifts, and let him go. Jeremiah went to Gedaliah son of Ahikam in Mizpah, and stayed with him among the people left in the land. When the army leaders who were still in the field with all their men heard that the king of Babylon had given Gedaliah son of Ahikam charge of the land, of men, women, and children, and of those poor who had not been led captive to Babylon, they came with their men to Gedaliah in Mizpah, Ishmael son of Nethaniah, Johanan son of Kareah, Seraiah son of Tanhumeth, the sons of Ephi of Netophah, and Jezaniah of Bethmaachah. Gedaliah son of Ahikam son of Shaphan adjured them and their men not to be afraid to serve the Chaldeans, to stay in the land and submit to the king of Babylon for their own welfare, saying that he himself would remain in Mizpah as their intermediary with the Chaldeans who should come to them. They were to collect the wine, the fruit, and the oil, to store them in jars, and to settle in the cities they occupied. When the people of Judah in Moab, those among the Ammonites, those in Edom, and those in all other lands heard that the king of Babylon had left a remnant in Judah, and had appointed over them Gedaliah son of Ahikam son of Shaphan, they all returned to the land of Judah from the places to which they had scattered. They went to Gedaliah at Mizpah, and had a rich harvest of wine and fruit. Now Johanan son of Kareah, and all the leaders of the armies in the field, came to Gedaliah in Mizpah, and asked him whether he did not know that Baalis, the king of the Ammonites, had sent Ishmael son of Nethaniah to assassinate him. But Gedaliah son of Ahikam would not believe them. Then Johanan son of Kareah said secretly to Gedaliah in Mizpah, Let me go and kill Ishmael son of Nethaniah. No one will know it. Why should he be allowed to kill you? All the Jews who have now rallied to you will be dispersed, and the remnant of Judah will perish. Nevertheless Gedaliah son of Ahikam answered Johanan son of Kareah, You shall do nothing of the kind. You have lied about Ishmael.